മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ പ്രതാപന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് ചോദിക്കുകയാണ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ, കണ്ണൻ സാർ നടക്കോ എന്നറിയാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ട് വന്നതല്ലടാ എന്ന് ചോദിക്കുമ്പോ, അയ്യോ അല്ല, നീ എന്നോട് കള്ളം പറയുന്നോ? ഇതേ നോക്ക്, കഴിഞ്ഞ ദിവസം നീ ഒരു സ്വാമിയുടെ വേഷം കെട്ടി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ കരുതി വെച്ചതാടാ നിന്നെ ശരിക്കും ഒന്ന് പെരുമാറണമെന്നും ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലോപ്പസും മാർക്കോയും ചേർന്ന് പ്രതാപനിട്ട് നല്ലോണം പൊട്ടിക്കുന്നുണ്ട്. എന്റെ പൊന്നു മാർക്കോ, എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോ, നിനക്ക് വേദനിക്കണം, അങ്ങനെയാണല്ലോ നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്, നിനക്കിതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ തലങ്ങും വിലങ്ങിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി കണ്ണൻ സാറ് നടന്നോ ഇല്ലയെന്ന് അറിയാനായിട്ട് നിനക്ക് മോഹം ഉണ്ടോടോ എന്ന് ചോദിക്കുമ്പോ, അയ്യോ ഇല്ല, എങ്കിലേ മര്യാദയ്ക്ക് വിട്ടോ, ഇനി നിന്നെ എവിടെ വെച്ച് കണ്ടാലും ഇത് തന്നെയായിരിക്കും നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ പ്രതാപനെ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഈ സമയം പ്രതാപൻ ചിന്തിക്കണം, വെറുതെ ഇവിടെ വന്ന് ഇറങ്ങി നോക്കാൻ തോന്നിയത്, കാറിലിരുന്ന് ദൂരെ എങ്ങാനും നിന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ കാറിൽ കയറി പോകുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെയും വെയിറ്റ് ചെയ്ത് വീടിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയം പ്രതാപൻ കാറുമായിട്ട് വരുന്നത് കാണുമ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. നോക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ ആകെ അവശനായിട്ടാണ് ഇറങ്ങി വരുന്നത്. എടാ എന്ത് പറ്റി, അവര് നടക്കുന്നത് കണ്ടോ? അമ്മേ, അതൊരു ട്രാപ്പായിരുന്നു, ആ മാർക്കോ എന്നെ തല്ലി ചതച്ചമ്മേ, അവനാ എന്നെ ഫോണിൽ വിളിച്ചത്, ഞാനിപ്പോ വരുന്ന വഴിക്ക് വൈദ്യനെ കണ്ട് തിരുമിച്ചിട്ടാ വരുന്നത്, എന്റെ ആന്തരിക അവയവങ്ങൾ പോലും ചതഞ്ഞു പോയമ്മേ എന്നൊക്കെ പറയുമ്പോ, എടാ നീ എവിടെ പോയാലും ഇതന്നെയാണല്ലോ, അടി കൊണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ, ഇതിപ്പോ ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ആയല്ലോ എന്നൊക്കെ പറയുമ്പോ, ഞാൻ അപ്പോഴും പറഞ്ഞതാ ഇതൊരു ട്രാപ്പായിരിക്കുന്നു, അമ്മ കേട്ടില്ലല്ലോ, അമ്മയെ കാണാനായിട്ട് അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെന്തിനാടാ അവൻ കാണുന്നത്, എനിക്കറിയില്ല, എന്തായാലും ഇനി ഞാൻ ഈ പണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അകത്തേക്ക് പോകുന്നു. പിന്നീട് കരുണയാവട്ടെ ആകെ അവശയായിട്ട് അടുക്കളയിലെ ജോലികളെല്ലാം ഒതുക്കി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മഹി വരുന്നുണ്ട്. എന്താടി, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു, എങ്കിലേ ഈ അടുക്കളയിലേക്ക് ഉള്ള അഴുക്കൊക്കെ തൂത്ത് തുടച്ച് സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്ക്. എന്റെ മഹാലക്ഷ്മി, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പണിയെടുത്തു കഴിഞ്ഞു, എനിക്ക് തീരെ വയ്യ, ഞാൻ ആകെ കുഴഞ്ഞുപോയി, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറയുമ്പോ, എന്ത് റെസ്റ്റ്, ഒരു റെസ്റ്റും ഇല്ല, ഇതൊക്കെ നിസ്സാരപ്പെട്ട പണികളല്ലേ, നീ എന്തായാലും അടുക്കള വൃത്തിയാക്കിയതിനു ശേഷം ഈ വീട് മുഴുവൻ അടിച്ചുവാരി തുടച്ചിടണം. എന്ത്, വീട് അടിച്ചുവാരി തുടയ്ക്കാനോ? എന്നെ കൊണ്ട് പറ്റില്ല, അതൊക്കെ അമ്മ ചെയ്തോളും. ഏയ്, ഒരമ്മയും ചെയ്യുന്നില്ല, നീ തന്നെയാ ചെയ്യാൻ പോകുന്നത്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളണം, അല്ലെങ്കിൽ നിനക്ക് പിന്നീട് ജീവിക്കാനായിട്ട് ആരുടെയും സഹായം ഉണ്ടാവില്ല, കേട്ടോടി. അത് ലക്ഷ്മി, ഒരു വേലക്കാരിയെ വെച്ച തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഇത്, എങ്കിലേ നിന്റെ അച്ഛനോട് ജയിലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കാൻ പറ. ഞാൻ പറഞ്ഞിട്ടാണ് കണ്ണേട്ടൻ അയാളെ ജയിലിലേക്ക് വിടാത്തത്, പിന്നെ നിന്റെ ജീവിതം തകർക്കരുതെന്ന് ഞാൻ കണ്ണേട്ടനോട് അപേക്ഷിച്ചു, അപ്പൊ കണ്ണേട്ടൻ വെച്ച ഡിമാൻഡാണിത്. മാത്രമല്ല കണ്ണേട്ടന് ഈ മാഗസീനും ഫോണും നോക്കിയിരിക്കുന്നത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്, എന്തെങ്കിലും മേലാണെങ്കിൽ ജോലി ചെയ്യണം, അത് നിനക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടും. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് നീ ഒരു കാലത്ത് ഓർക്കും നല്ല രീതിക്ക്, അപ്പൊ പിന്നെ നിനക്ക് മനസ്സിലായിക്കോളും. അല്ലെങ്കിലും ഇപ്പോഴത്തെ ആൾക്കാർ അടുക്കളയിൽ കയറി ഫുഡ് കുക്ക് ചെയ്യാൻ ഒരുപാട് മടിക്കുന്ന കൂട്ടത്തിലാണ്, അതുപോലെ ആവരുത് നീ. പിന്നെ ചെറുപ്പത്തൊക്കെ ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാനായിട്ട് മോഹിക്കുന്ന സമയത്ത് എനിക്ക് ആരും വാങ്ങി തന്നിട്ടില്ല, അപ്പോഴൊക്കെ നീ ഒരുപാട് കഴിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു, അഥവാ അമ്മ വാങ്ങി തന്നാലും നിന്റെ അച്ഛനും മുത്തശ്ശിയും എന്നെ ഒന്ന് കഴിക്കാൻ പോലും സമ്മതിക്കായിരുന്നില്ല. അപ്പോളേ ഹോട്ടൽ ഫുഡിനേക്കാൾ നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. അത്യാവശ്യം പാചകമൊക്കെ നീ പഠിച്ചു കഴിഞ്ഞു, ഇനി വീട്ടുജോലികളും ചെയ്യണമെന്ന് പറയുമ്പോ, ആ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹിക്ക് മുന്നിൽ തല കുനിക്കുകയാണ്. പിന്നീട് മഹി പോയതിനു ശേഷം, ഒരു ദിവസം ഞാൻ ഈ സ്റ്റവ് ഓണാക്കിയിടൂടി, എന്നിട്ട് ഈ വീട് കത്തിക്കുമെന്ന് കരുണയാണെങ്കിൽ മനസ്സിൽ പറയുന്നു. അങ്ങനെ കരുണ മഹാലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ദുർഗയാണെങ്കിൽ ആ കാഴ്ച കണ്ടുകൊണ്ട് വന്ന് ഞെട്ടുന്നുണ്ട്. മോളെ, നീ എന്തീ കാണിക്കുന്നത്? ഞാനിതാ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടാം, ഇതൊക്കെ നീ എന്തിനും ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ലായിരുന്നോ? വേണ്ടമ്മേ, ഇത് ഞാൻ തന്നെ ചെയ്തോളാം, മോൾ ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങാൻ നിൽക്കുമ്പോ, അമ്മേ വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്തോളാം, ഇതിപ്പോ ഉണ്ണി പറഞ്ഞതുപോലെ മോളുടെ മേത്ത് വല്ല ബാധയും കേറിയോ? അതിന് ഉണ്ണിയേട്ടനല്ലല്ലോ അത് ആദ്യം പറഞ്ഞത്, അമ്മ തന്നെയല്ലേ, എന്റെ ദേഹത്ത് ബാധ കേറിയെന്ന് തന്നെ കൂട്ടിക്കോ. മോൾ എന്തിനാ ഇങ്ങനെ അവരെ പേടിക്കുന്നത്? മഹാലക്ഷ്മി പറയുന്നതല്ല മോൾ അനുസരിക്കുന്നുണ്ടല്ലോ, അവർക്കിട്ട് പണി കൊടുക്കാനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഒരുപാട് പയറ്റിയതല്ലമ്മേ, എന്നിട്ട് എല്ലാത്തിലും നമ്മൾ തോറ്റുപോയി, എപ്പോഴും നമുക്ക് മാത്രമേ തോൽവിയുള്ളൂ, ഞാൻ ആഗ്രഹിച്ച ജീവിതം അവൾ ജീവിക്കുന്നു, അവളായിരുന്നു ഈ പണികളൊക്കെ ചെയ്ത് എന്നെയും നോക്കി എന്റെ ജീവിതം ജീവിക്കേണ്ടിരുന്നത്, പക്ഷെ എല്ലാം തിരിച്ചായി പോയി, ഇതാണ് എന്റെ വിധി എന്നൊക്കെ പറയുമ്പോ മോളുടെ സംസാരത്തിൽ നല്ല നിരാശയുണ്ടല്ലോ. എന്താ മോളെ ഇതൊക്കെ?
അമ്മേ, അമ്മ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ പുറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യാതെ മാത്രം ഇരുന്നാൽ മതി. ഇതെന്റെ വിധിയാണ്, ഈ ജീവിതം ഞാൻ ഇങ്ങനെ ജീവിച്ചു തീർത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവളുടെ ജോലിയിലേക്ക് തിരിക്കുന്നു. അങ്ങനെ ദുർഗയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാവുന്നുണ്ട്. അവരാണെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുത്തിട്ട് മോളുടെ മുത്തശ്ശിക്കും അച്ഛനും അയച്ചു കൊടുക്കാമെന്ന് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ വീഡിയോ കാണുന്നുണ്ട്. എന്നിട്ട് അയാൾ ആകെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. ദുർഗ വിളിച്ചിരുന്നല്ലോ, നിന്റെ ഫോണിലേക്ക് എന്തോ വീഡിയോ അയച്ചിരുന്നു പറഞ്ഞു. വേണ്ടമ്മേ, അത് കാണണ്ട, കാണിക്കടാ. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ വീഡിയോ കാണിക്കുമ്പോൾ മുത്തശ്ശിയും ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി കരയുന്നുണ്ട്. എടാ, ഇതിപ്പോ എന്താ അത്? എന്റെ മോളിപ്പോ അവിടുത്തെ ഒരു വേലക്കാരിയാക്കി, അല്ലെങ്കിൽ അവളിങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ ഞാൻ എന്താ അമ്മേ ചെയ്യാം, എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപന്റെ അടുത്തേക്ക് പോയിട്ട് അയാളുടെ ചെകിടത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് മോഹിനി വരുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, നീ ഒറ്റൊരുത്തൻ കാരണം കൊണ്ടാണ് എന്റെ മോൾക്ക് ഈ ഗതി വന്നതെന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ ഒരു അക്ഷരം ഇണ്ടാതെ അത് കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എടി മോഹിനി, കൺ കുളിർക്ക കാണ്, നിനക്ക് സന്തോഷാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണിലെ വീഡിയോ എടുത്ത് മോഹിനിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മോഹിനിയും ആകെ കണ്ണു നിറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രതാപനും മുത്തശ്ശിയും അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.